മാഷാണെങ്കിൽ കാറിൽ കയറ്റുമോ? ഞാനതൊരു വെള്ളാപ്പള്ളി അച്ഛനെ കാറിൽ ഞാൻ ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിച്ചു പറയാം ചർച്ചയിൽ. അതായത് സാങ്കല്പിക ചോദ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സാങ്കല്പിക ഉത്തരവ് അത് ഞാൻ പറയുന്നില്ല. അത് ഞാൻ മണ്ടേ പറഞ്ഞാണ്. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം പറയാൻ ഞാനില്ല. അപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലാതെ ചോദ്യം, വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക. ശരി, കാര്യമില്ലാതെ ചോദ്യം ചോദിക്കുക. ജമാഅത്തെ കാണിക്കുമോ നിങ്ങൾ? ഇതൊക്കെ കാണിക്കും. ഇപ്പൊ UDF അധികാരത്തിൽ വന്നാൽ ആരാ ആഭ്യന്തരമന്ത്രിയാവുക? കോൺഗ്രസിന്റെ ആളാണ് ഇത്രയും കാലം ആഭ്യന്തരമന്ത്രിയാവുക. UDF നിങ്ങളെ ശീലല്ലേ അങ്ങനെയാണ്? കോൺഗ്രസ് ആണല്ലോ ആഭ്യന്തരമന്ത്രിയാവുക. ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി പോലും UDF രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി അല്ലേ? അവരേതെങ്കിലും മുന്നണിയുടെ ഭാഗമാണോ? അല്ലല്ലോ. UDFന്റെ ഭാഗമല്ലേ? UDFന്റെ ഭാഗമല്ല, മെമ്പറൊന്നുമല്ല. പൂർണ്ണമായി UDFന്റെ ഭാഗം. ഒരു പിന്തുണയ്ക്കായിരിക്കും. ചോദ്യം അല്ലല്ല. ഈ മാതൃഭൂമിയെല്ലാം ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അവതരിപ്പിക്കുന്നതിന് എന്ത് കാര്യമാണ്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണെന്നല്ല അവതരിപ്പിച്ചത്. എന്റെ ചോദ്യം ഇതാണ്, UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവുക? അതിന് വല്ല സാധ്യതയുണ്ടോ? നടക്കാത്ത കാര്യമാണല്ലോ. ഞാനതാ പറഞ്ഞത്. ഇല്ലാത്ത കാര്യം മാനസികമായി കണക്കാക്കിയിട്ട് ഞാനല്ല ചോദ്യം ചോദിച്ചാൽ ഞാനതല്ലേ പറയുന്നത്. ആര് പറഞ്ഞാലും ഞാനതല്ലേ നിങ്ങളോട് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, സാങ്കല്പിക ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഞാനില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ചോദ്യം ചോദിക്കണ്ട, അതേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണല്ലോ. സാങ്കല്പികമായി അങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണോ? ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. AK ബാലൻ പറഞ്ഞതിനോട് എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പികമല്ല, AK ബാലൻ പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും അത് റിയാലിറ്റിയാണ്. ആര് പറഞ്ഞാലും ഞാൻ ആ സാങ്കല്പിക ഉത്തരവില്ല. അപ്പൊ അന്ന് ആ പരാമർശത്തോട് യോജിക്കുന്നില്ല ഏറ്റവും കുറഞ്ഞത്. അത് പറയാനോ? ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന പരാമർശത്തോട് യോജിപ്പില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. ആ ചോദ്യവും ആ ഉത്തരവും ഞാൻ അംഗീകരിക്കുന്നുണ്ട്.